സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 8 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഞ്ജു ഉണ്ട് വിവരങ്ങളുമായി. അഞ്ജു, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പുള്ളത്. എങ്ങനെയാണ് അലർട്ടുകൾ? വിജി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വരുന്ന 3 ദിവസത്തെ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ നൽകിയിരിക്കുന്നത്. അതായത് ഉത്തരാടം വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് ഈ അലേർട്ടുകൾ പറയുന്നത്. ഇന്ന് 7 ജില്ലകളിലാണ് അലേർട്ട് ഉള്ളത്. നാളെ 8 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് വടക്കൻ ജില്ലകളിലാണ് കൂടുതലായും മഴയ്ക്ക് സാധ്യതയുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലും അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലുമാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിൽ മഴയില്ല എങ്കിലും നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുള്ളതായുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. നാളത്തെ നോക്കുകയാണെങ്കിൽ നാളെ തെക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലുമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് നാളെ മഴ മുന്നറിയിപ്പുള്ളത്. നാളെ ആയിരിക്കും സംസ്ഥാനത്ത് ശക്തമായ ഒരു മഴയ്ക്ക് സാധ്യതയുള്ളത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മറ്റന്നാൾ അതായത് ഈ ഉത്രാട ദിവസം നിലവിൽ നൽകിയിരിക്കുന്ന അലർട്ട് പ്രകാരം എറണാകുളത്തും ഇടുക്കിയിലും കോട്ടയത്തും മാത്രമാണ് അലേർട്ട് ഉള്ളത്. പക്ഷേ ഈ അലേർട്ടുകൾ മാറി മറിയാം. എന്തായാലും വരുന്ന 3 ദിവസത്തെ അലേർട്ടുകൾ മാത്രമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. പക്ഷെ മലയാളിയുടെ ഇത്തവണത്തെ ഓണം മഴയത്താകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് കൂടാതെ തന്നെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. കാരണം തിരമാലയുടെ ശക്തി വലുതാവുന്നത്, അതായത് തിരമാല ഉയർന്ന് വീശാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് വിജി മനസ്സിലാക്കുന്നത്.